ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരുവാണ് കേട്ടോ. കാരണം അപ്പോൾ എനിക്ക് അറിയാലോ ആർക്കൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിനകത്തൂടെ എനിക്ക് പറഞ്ഞു പോകാം എന്നാന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യത്തെ തന്നെ മെസ്സേജ് ഞാനൊന്ന് വായിക്കുവാണേ. വെറും 2 മിനിറ്റ് കൊണ്ട് പേജാക്കി മാറ്റാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയ്ക്കാണ് വന്നേക്കുന്നത്. ആഡ്സ് വരുമോ എന്ന് ചോദിച്ചേക്കുന്നത് അറ്റ് ഓളം എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആഡ് വരും. ആഡ് വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ആക്കുന്നത്. കാരണം പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഫോളോവേഴ്സായി, അതിനകത്ത് വാച്ച് അവർ നമുക്ക് എങ്ങനെയാക്കാം. ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാച്ച് അവർ കയറും. പക്ഷെ എല്ലാവരും ഫോളോ നമ്മൾ ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നമ്മുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൽ നിന്ന് ആഡ് വരും. നമ്മൾ അതിനുശേഷം നിങ്ങളിങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് നമ്മുടെ പേജിന് എന്തൊക്കെയാണോ ക്രൈറ്റീരിയ വേണ്ട ആ ക്രൈറ്റീരിയ എല്ലാം ഈ പേജിലും ഈ നമ്മുടെ അക്കൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഡ് വരുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷമുള്ള ഡിയർ മറ്റേ വീഡിയോയിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് സുജയ അജയ്. ഏത് വീഡിയോയിലാണെന്ന് അറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ വായിച്ച്. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമോ? ഇതാന്ന് തോന്നുന്നു. ഡിയർ, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോ ഫേസ്ബുക്കിൽ പേജിൽ പോസ്റ്റ് ചെയ്യാൻ റീയൂസ് കണ്ടന്റ് ആണോ, കോപ്പിറൈറ്റ് ആണോ, അത് മോണിറ്റൈസേഷൻ കിട്ടില്ലേ? ഒന്ന് റിപ്ലൈ തരുമോ പ്ലീസ്? ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കോമഡി ഷോർട്സ് ആണ്. അതായത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. യൂട്യൂബും ഫേസ്ബുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലിടാം, നിങ്ങൾക്ക് ഇൻസ്റ്റയിലിടാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലിടാം. നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഒരു പേജിലിട്ടത് അടുത്ത പേജിലിടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ നിബന്ധന. പിന്നെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, യൂട്യൂബിന് ഇൻസ്റ്റയ്ക്ക് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ്. ഇതെല്ലാം ഡിലേ ചെയ്യുന്നത് മെറ്റായാണെങ്കിലും പക്ഷെ ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ കോപ്പിറൈറ്റ് സോങ്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ. യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇല്ലാത്തത് ഫേസ്ബുക്കിൽ വരുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാം. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അതിലും 15 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ ഒരു കോപ്പിറൈറ്റഡ് വീഡിയോ ഇട്ടാലും വലിയ കുഴപ്പം വരുന്നില്ല. 15 മിനിറ്റ്സ് 15 മിനിറ്റ് താഴെയുള്ള വീഡിയോസും സോങ്സ് ആണെങ്കിൽ വലിയ പ്രോബ്ലം നമുക്ക് വരത്തില്ല. അപ്പം ഇപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഒരാളെ മീൻസ് ഓൾ അറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആളെന്നോട് പറയുന്നുണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യണം. ഞാൻ അബുദാബിയിലാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ അങ്ങനെ ഫോണിൽ കോൺടാക്ട്സ് ഒന്നും അങ്ങനെ വെക്കാൻ താല്പര്യമില്ല. വാട്സപ്പ് അങ്ങനെ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാറില്ല. പിന്നെ ഇൻസ്റ്റയിലാണ് ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ചോദിച്ചു, റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞ് തെറി വിളിക്കരുത്. ബിക്കോസ് ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ വരാറില്ല. വല്ലപ്പോഴും വന്നിങ്ങനെ നിങ്ങളുടെ മെസ്സേജ് കണ്ടാലും ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും. നമ്മൾ തിരക്കാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോളൂ. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഒത്തിരി കമൻറ്റ്സ് ചോദിച്ചു. ഐ എം റിയലി സോറി. ഞാൻ ഇപ്പോഴാണ് ഈ മെസ്സേജ് കാണുന്നത്. ഭയങ്കര എനിക്കിഷ്ടമായി യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെ വ്ളോഗുകൾ ചെയ്യുന്നത് ഒക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ എൻ്റെ ഇതിലായിട്ട് ഞാൻ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് വന്ന് എപ്പോഴും കമൻറ്റ്സ് നോക്കാറില്ല കേട്ടോ. ഐ എം റിയലി സോറി. എപ്പോഴും വന്ന് കമൻറ്റ് നോക്കാറില്ല. ഇതുപോലെ ഇനി അടുത്ത വീഡിയോ ഇടാൻ സമയമായിരിക്കും ഇങ്ങനെ കമൻറ്റ്സ് വായിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കമൻറ്റുകൾ കാണാതെ പോകുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റുകൾ ഇട്ടുള്ളൂ. എപ്പോഴെങ്കിലും എനിക്ക് സമയം പോലെ ഞാൻ വന്ന് നോക്കിയിട്ട് തരുന്നതായിരിക്കും. അതുപോലെ ധന്യ പുഷ്പൻ ചോദിച്ചേക്കുന്നത് പേ ഔട്ട് എങ്ങനെ ചെയ്യും? $105 ഉണ്ടെന്ന്. $105 ഉണ്ടെങ്കിൽ പേ ഔട്ട് ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും, ബാങ്ക് ഡീറ്റെയിൽസും, നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ ഇതെല്ലാം കൊടുത്തു എന്നുണ്ടെങ്കിൽ $105 വന്നെങ്കിൽ നമുക്ക് യൂട്യൂബ് പോലെ ആഡ്സൻസ് അക്കൗണ്ട് ഒന്നും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുക എമൗണ്ട് കേട്ടോ. ഒന്നും പേടിക്കാനില്ല. 22-നും ഒരു 26-നും ഇടയ്ക്ക് ഡേറ്റിൽ നമുക്ക് തലേ മാസത്തെ പിറ്റേ മാസം വരും കേട്ടോ. റവന്യൂ പേ ഔട്ടിൽ വരും. ഒന്നും വിഷമിക്കേണ്ട. തൻഹ തനു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇൻസ്റ്റഗ്രാമിലുള്ള ആരുടെയെങ്കിലും വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ? നമ്മുടെ ചാനലിൽ പ്രശ്നമാകുമോ?
പ്ലീസ് ചോദിക്കുന്നത്. അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള ആരുടെയെങ്കിലും വീഡിയോ യൂട്യൂബ് ഷോർട്സിലിട്ടാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റഗ്രാമിലുള്ളവരെല്ലാവരും മിക്കവാറും ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അക്കൗണ്ട് ഉള്ളവരായിരിക്കും. ഞാൻ തന്നെ ഇതിനകത്ത് എൻ്റെ ഈ ചാനലിൽ ഞാനൊരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഷോർട്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലിടും. എൻ്റെ വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഒരു 2-3 ഫേസ്ബുക്ക് എനിക്ക് മോണിറ്റൈസ് ആയ അക്കൗണ്ട് ഉണ്ട്, അതിനകത്തെല്ലാം ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലോങ് വീഡിയോ മാത്രമേ ഉള്ളൂ, ഈ ഫേസ്ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ എങ്ങും പോസ്റ്റ് ചെയ്യാത്ത. ബാക്കി ഞാൻ ഇതിനകത്ത് ഏത് വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ എൻ്റെ വേറെ യൂട്യൂബിൽ ഏതൊക്കെ വീഡിയോ ഇടുന്നു, ഇതെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, എൻ്റെ ത്രെഡ്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരുടെയും ഒരു 99% ആൾക്കാർക്കും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ടാവും. അവരെല്ലാം ഒരു പക്ഷേ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരും, അത് ഇഷ്യൂ വരും കേട്ടോ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ആണ് ആരെങ്കിലും പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ, അത് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ എഡിറ്റ് ചെയ്യാല്ല, നിങ്ങളുടെ ഫേസ് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വീഡിയോ അതുപോലെ എടുത്ത് നിങ്ങളുടെ പേജിലോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ ഒന്നും ഇടാൻ പാടില്ല. എന്തെങ്കിലും ആ വീഡിയോയിൽ റിയാക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോർഷൻ ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഓൾ ത്രൂ കാണണം. ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ, 15 സെക്കൻഡിൻ്റെ വീഡിയോ അല്ല, 30 സെക്കൻഡിൻ്റെ അല്ല, അതാണെങ്കിലും അതിൻ്റെ ഫ്രം ബിഗിനിങ് ടു എൻഡ് നിങ്ങളുടെ ഫേസും നിങ്ങളുടെ പ്രസൻസ് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരത്തില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ഗ്രോസ് കിക്കേഴ്സ് ചോദിച്ചിരിക്കുന്ന ചേച്ചി യൂട്യൂബ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു തരുമോ? യൂട്യൂബ് ഫേസ്ബുക്ക് മീൻസ് ഇൻസ്റ്റ എല്ലാം പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു തരാമല്ലോ, ഒരു പ്രോബ്ലം ഇല്ല. ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള പേജ് ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്തു തരാം. ഫേസ്ബുക്കിൽ ഒരു 50,000 60,000 ഉള്ള പേജ് ഉണ്ട്, പിന്നെ 40 സംതിങ് ഉള്ള പേജ് ഉണ്ട്, പിന്നെ ഉള്ളതൊക്കെ 10, 8 അങ്ങനെയൊക്കെ ഉള്ള പേജുകളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. വോയിസ്ലെസ് സംതിങ് അങ്ങനെ ഒരു അക്കൗണ്ടിൽ ചോദിക്കും ചേച്ചി എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് 4200 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ അപ്പോൾ അതിൽ വീഡിയോസ് ഇടുമ്പോൾ റീലായി പോസ്റ്റ് ചെയ്യുന്നതാണോ അതോ വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുന്നതാണോ കൂടുതൽ വ്യൂ കിട്ടാനും ഫോളോവേഴ്സിനെ കൂട്ടാനും അതുപോലെ ഷെയർ പോകാനും ഒക്കെ നല്ലത്? ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ഫേസ്ബുക്കിൽ റീച്ചുള്ള ഒരുപാട് പ്രൊഫൈലുകൾ ചെക്ക് ചെയ്തു. അതിലെല്ലാം അവർ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളാണ് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീലായിട്ടാണോ വീഡിയോ ആയിട്ടാണോ പോസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? റിപ്ലൈ തരണേന്ന് ചോദിച്ചേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആദ്യമൊക്കെ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് റീച്ച് ചെയ്യും. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ഒരു ഗുഡ് ലക്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് റീച്ച് ചെയ്യുമെങ്കിലും എപ്പോഴും നമ്മുടെ വീഡിയോസ് റീച്ച് ചെയ്യാൻ നമ്മുടെ ഷോർട്സ് ഇടുന്നത് തന്നെയാണ്, റീൽസ് ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. റീൽസ് നമുക്ക് ഒരു ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ഒരു 100 വ്യൂ എന്തായാലും കിട്ടും, ഏറ്റവും കുറഞ്ഞത്. അതേസമയം നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് റീച്ച് ചെയ്യും, റീൽസ് റീച്ച് ചെയ്യും കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെയിലി ഒരു 3 റീൽ ഇടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഡെയിലി 3 റീൽസ് ഇട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും ഫോളോവേഴ്സ് കയറും. പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഇട്ടാൽ റീച്ച് വളരെ കുറവായിരിക്കും ലോങ് വീഡിയോയ്ക്ക്. പിന്നെ ഏതെങ്കിലും നല്ല തമ്മിലൊക്കെ കൊടുത്ത് നമ്മുടെ ഒരു ഭാഗ്യത്തിന് കയറി പോവുകയാണെങ്കിലും മതി. ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീൽസ് തന്നെ ആദ്യം കണ്ടിന്യൂസ് ഇട്ടുകൊണ്ട് പോവുക. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ റീൽസ് റീച്ച് ചെയ്ത് തുടങ്ങുന്നു, കുറച്ച് ഫോളോവേഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ കയറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ നിങ്ങൾക്ക് ലോങ് വീഡിയോ ഇടാം. ഞാൻ പറയാൻ കാര്യം ഈ യൂട്യൂബ് പോലല്ല, ഫേസ്ബുക്കിൻ്റെ റീൽസിലെ വാച്ച് അവർ നമുക്ക് ഇൻസ്ട്രീം ആഡിൻ്റെ വാച്ച് അവറായിട്ട് കൂട്ടും. അപ്പം നമ്മൾ നമ്മുടെ റീൽസിൽ നിന്ന് വാച്ച് അവർ എത്ര കിട്ടിയാലും നമ്മുടെ ലോങ് വീഡിയോയുടെ വാച്ച് അവറിൻ്റെ കൂട്ടത്തിൽ പെടും. അതുകൊണ്ട് അല്ലാതെ അതും എടുത്തില്ല, അതിന് ലോങ് വീഡിയോയിൽ തന്നെ വാച്ച് അവർ വേണം അങ്ങനെ നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ റീൽസ് ഇട്ട് വാച്ച് അവർ പെട്ടെന്ന് മാക്സിമം കൂട്ടുക. അതിനുശേഷം നമുക്ക് പതുക്കെ ഫോളോവേഴ്സ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ലോങ് വീഡിയോ കൂടെ ഇട്ട് കൊടുത്തോളൂ. പക്ഷേ റീൽസ് ഇടുന്നത് തന്നെയായിരിക്കും പുതിയ പേജുകാർക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടാനും വാച്ച് അവർ കിട്ടാനും കേട്ടോ. ഹായ് മാഡം, മൈ ഫേസ്ബുക്ക് പ്രൊഫൈൽ പ്രൊഫഷണൽ ബോർഡ്
disabled ads on reels and Instagram ads from last some days and can earn revenue and all my monetization criteria is okay and in green signal. Can you please tell me the reason for disabled ads? Disabled ad ആവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയത്. പിന്നെ ഗ്രീൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നമ്മുടെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഓൾവേസ് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ഗ്രീൻ ഡോളർ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോയുടെ മോണിറ്റൈസേഷൻ നമുക്ക് ഒരു കാരണവശാലും ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഇന്ന വീഡിയോയുടെ മോണിറ്റൈസേഷൻ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാമെന്ന് ചിന്തിച്ചാലും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും വയലേഷൻ ഉണ്ടാകുമോ, ഒന്നെങ്കിൽ വേറെ ആരുടെയെങ്കിലും കണ്ടന്റ് വന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട കണ്ടന്റിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ ഉള്ള ഏതെങ്കിലും കണ്ടന്റ്, അത് എനിക്കിപ്പം പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ പേജ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഏത് വീഡിയോ ആണോ വയലേഷൻ വരാൻ സാധ്യതയുള്ളത്, അപ്പം ഞാൻ ഏതൊക്കെ വീഡിയോ ആണ് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുന്നത്, ഇട്ടുകൂടാത്തത്, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും കണ്ടന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോയുടെ മോണിറ്റൈസേഷൻ നമുക്ക് ഒരിക്കലും ഓഫ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും നമ്മൾ മറ്റേ ബിസിനസ് യൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാത്തിനും അത് ഗ്രീൻ മീൻസ് അതിൻ്റെ ഡോളർ സൈൻ ഗ്രീൻ ആയിരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്രൈറ്റീരിയ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ഓക്കെ ആകാൻ സാധ്യതയില്ല. കാരണം ആ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിസി ഇഷ്യൂ അതിനകത്ത് കാണിക്കും. എന്നാ ഇഷ്യൂ കാണിക്കുന്നത്, ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണോ, അല്ലോ എന്തെങ്കിലും വയലേഷൻ ആണോ, പോളിസി ഇഷ്യൂ എന്താണോ വന്നേക്കുന്നത് അതിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഡിസേബിൾ ആകാനുള്ള കാര്യം. അടുത്തത് ചേച്ചി ഒരു സംശയം, നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മ എപ്പോഴും വരുന്ന അക്കൗണ്ടാണ് കേട്ടോ ചേച്ചി. നമുക്കൊരു സംശയം, നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഫോട്ടോ, വീഡിയോ, ടാഗ്, ലൈവ് വീഡിയോ, മ്യൂസിക് ഒക്കെ ഉണ്ട്. ഒരു വീഡിയോ ഉണ്ടാക്കി അതിന് മ്യൂസിക് ഫേസ്ബുക്കിലുള്ള ഇഷ്ടമുള്ള വീഡിയോ കൊടുത്താൽ കോപ്പിറൈറ്റ് വരുമോ? ഒരു വീഡിയോ ഉണ്ടാക്കി അതിന് മ്യൂസിക് ഫേസ്ബുക്കിലുള്ള, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിന് ഇപ്പോൾ ലൈസൻസ്ഡ് മ്യൂസിക് എല്ലാം അലൗഡ് ആണ്. പക്ഷേ കോപ്പിറൈറ്റ് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ പേജിന് പ്രോബ്ലം വരത്തില്ല. കാരണം ലൈസൻസ്, എല്ലാ മ്യൂസിക്കിൻ്റെ ലൈസൻസ് ഫേസ്ബുക്കിന് അവർ കൊടുത്തിട്ടുണ്ട്. ഏത് മ്യൂസിക് വേണമെങ്കിലും ഫേസ്ബുക്ക് ഗാലറിയിൽ നിന്ന് കിട്ടുന്നത് എടുക്കാം. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് ചിലപ്പം ചില വീഡിയോകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, വയലേഷനോ അതിന് സ്ട്രൈക്കോ നമ്മുടെ പേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. ചിലപ്പം കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടാൽ. ഷോർട്ടൊക്കെ ഇടുന്നതിന് വലിയ പ്രോബ്ലം വരത്തില്ല. ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക്കാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ വേറെ കൺട്രി വെച്ച് ലോഗോൺ ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ ശരിയാകുമോ, പ്ലീസ് റിപ്ലൈ തരണേ. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുന്നേ ഈ അക്കൗണ്ടിൻ്റെ കമൻറ്റ് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വേറെ കൺട്രിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. മീൻസ് ഇന്നെലിജിബിൾ കൺട്രി ആണ് എന്നുള്ളതാണ് ഈ സംശയം ചോദിക്കുന്നത്. ഇന്നെലിജിബിൾ കൺട്രിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. എങ്കിലും ഞാൻ ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നെലിജിബിൾ കൺട്രിയിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ലോഗിൻ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കൺട്രി, നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ വേറൊരു കൺട്രിയിൽ വെച്ചിട്ടൊന്നും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫോണിൽ നിന്നും നമ്മുടെ ഈ അക്കൗണ്ട് റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് വേറെ ആരെങ്കിലും നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേറെ കൺട്രിയിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത്, നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. നേരെ ആ ആൾക്ക് അയക്കുക വീഡിയോ. ആ ആള് വേറെ, അതായത് എലിജിബിൾ ആയിട്ടുള്ള കൺട്രിയിൽ അവിടെ ഇരുന്ന് ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരുടെ ഒരാളുടെ പേജ് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കുട്ടി എനിക്ക് മീൻസ് അവൾ ചിലപ്പോൾ ഇതിനകത്ത് കമൻറ്റ് ഇടും, മിക്കവാറും കമൻറ്റ് ഇടാറുണ്ട്, സീന
പുള്ളിക്കാരി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. വേറൊരു അവളുടെ കൺട്രിയിൽ ഇന്നെലിജിബിൾ ആയിരുന്നു. ഇതുപോലെ പല പ്രാവശ്യം അവൾ എലിജിബിളായി, പിന്നെ ഇന്നെലിജിബിളായി. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, സ്വന്തം സിസ്റ്റർ UK-യിലുണ്ട്. അപ്പം പുള്ളിക്കാരി സിസ്റ്ററിനെ കൊണ്ട് അവിടെ നിന്ന് ലോഗിൻ ചെയ്യും. ഇവള് ജസ്റ്റ് വേറൊരാളുടെ പേജ് നോക്കുന്ന പോലെ ഇവിടുന്ന് നോക്കത്തേ ഉള്ളൂ. ഇവിടുന്ന് വീഡിയോ എല്ലാം എടുത്തിട്ട് UK-യിലേക്ക് അയച്ചു കൊടുക്കും, അവിടുന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഒരു ഫോണിലോ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലോ ഒന്നും നമ്മുടെ ഈ അക്കൗണ്ടോ ഈ പേജോ ഉണ്ടാക്കാൻ പാടില്ല. അക്കൗണ്ടും നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓൺ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടായിരിക്കില്ലേ. ആ അക്കൗണ്ട് പോലും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ നമ്മുടെ മൊബൈലിൽ നിന്നോ ഒന്നും ലോഗിൻ ചെയ്യാൻ പാടില്ല. അതായത് എൻ്റെ ഉള്ളിൽ ഇത് വേറൊരാൾ യൂസ് ചെയ്യുന്ന പോലെ വേറൊരു കൺട്രിയിലുള്ള ആൾ ആയിരിക്കണം ഈ പേജ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോണിറ്റൈസേഷൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. പേജ് മോണിറ്റൈസേഷൻ ഇപ്പോഴും റിവ്യൂ കിടക്കുന്നു. ക്രൈറ്റീരിയ എല്ലാം ഓക്കെയാണ്. എന്താണ് താമസിക്കുന്നത്? ഇപ്പോൾ 1 മാസമായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെയിം അവസ്ഥയാണ് PSC ട്രോളും പറഞ്ഞേക്കുന്നു. ജയൻ കുമാറും പറഞ്ഞേക്കാണ്. പേജ് മോണിറ്റൈസേഷൻ റിവ്യൂ കിടക്കുന്നു. പേജ് മോണിറ്റൈസേഷൻ റിവ്യൂ കിടന്നിട്ട് 1 മാസം ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേജിന് പോളിസി ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1 മാസം. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ആഡിന് നമ്മൾ എന്താ പറയുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ അവേഴ്സിൽ നമുക്കത് മോണിറ്റൈസേഷൻ ആയി കിട്ടും. നമ്മുടെ പേജിൽ ആഡ്സ് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ വീഡിയോയിൽ ആഡ് വരും. നമുക്ക് പോളിസി ഇഷ്യൂ ഒന്നും ഇല്ല. ഈ 1 മാസം ഒന്നും എടുക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇൻ റിവ്യൂ എന്ന് മാത്രമായിരിക്കും നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ കാണുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കയറിയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാബ് ഉണ്ടല്ലോ, മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപ്ലൈ ചെയ്തേക്കുന്ന ആ പോർഷൻ കാണിക്കുക. ആ പോർഷനിൽ ഇൻസ്ട്രീം ആഡ് എന്നുള്ളിടത്ത് പോളിസി ഇഷ്യൂ എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ മൊബൈലിൽ കാണിക്കത്തില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയോ, പോളിസി ഇഷ്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ ഷോർട്ട് ആഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഷോർട്ട് ആഡ്സ്, അതുകൊണ്ടാണ് ഇൻ റിവ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഷോർട്ട് ആഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് പേജാണെന്ന് അറിയില്ല, അതിനകത്ത് ഇട്ടിരിക്കുന്ന എന്നാ വീഡിയോ ആണ് സമൂഹത്തിന് വലിയ ഇല്ലാത്തത്, അല്ലെങ്കിൽ മീൻസ് അത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ഒന്നുകിൽ ഷോർട്ട് ആഡ്സ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പോളിസി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ എന്താണ് നിങ്ങളുടെ പേജിനുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റും. പോളിസി ഇഷ്യൂ ആയിരിക്കും, അതുകൊണ്ട് ഈ 1 മന്ത്, അല്ലെങ്കിൽ ഒരിക്കലും 1 മന്ത് ഒന്നും കിടക്കത്തില്ല കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. എനിക്ക് പേജ് നോട്ട് എലിജിബിൾ ആണ് കാണിക്കുന്നത്, പക്ഷേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏർണിങ്സ് ഇപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ പേജ് നോട്ട് എലിജിബിൾ ആണ്. ഇത് നമ്മുടെ ഹലോ ശ്രീകുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ശ്രീകുട്ടിക്ക് ഓൾറെഡി ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ എൻ്റെ ഒരു മെയിൻ പേജിനും ഇതുപോലെ തന്നെയാണ് പേജ് നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നത്. പക്ഷേ എൻ്റെ എല്ലാ സംഭവം നമ്മുടെ ബോണസും എന്താ ലൈവ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എൻ്റെ ഒരു പേജിന് മോണിറ്റൈസ് ആണ് കേട്ടോ. എന്നിട്ടും പേജ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എന്താ പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. മീൻസ് ഫേസ്ബുക്കിൻ്റെ തന്നെ വല്ല ടെക്നിക്കൽ എററോ അങ്ങനെ ആയിരിക്കാം മേ ബി. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, എൻ്റെ കണ്ടന്റ് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ FBയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് പ്രോബ്ലം ആകുമോ? ദ കോമ്പാക്ട് മാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തന്നെ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ അന്നേരം തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ നമ്മളുടെ ഒരു കണ്ടന്റ് ഇൻസ്റ്റയിൽ ഇട്ടു, ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് അവരെടുത്ത് അവരുടെ ഫേസ്ബുക്കിൽ ആദ്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ വീഡിയോയുടെ ഓണർ നിങ്ങളായിരിക്കത്തില്ല. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന ആരാണോ, ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾ ആരാണോ അവരായിരിക്കും അതിൻ്റെ ഓണർ. അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, അല്ലാതെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതാണെന്നൊന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ അന്നേരം തന്നെ ഫേസ്ബുക്കിലും ഇടുക, യൂട്യൂബിലും ഇടുക. നിങ്ങൾക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അതിനകത്ത് എല്ലാത്തിനകത്തും ഒരേ സമയം തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി സമയം 20 മിനിറ്റ്സ് ആയി. അപ്പോൾ ഞാൻ ഇന്നത്തെ കമൻറ്റ്സ് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. വേറെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ബോണസ് പേയ്മെൻറ്റ് ഹോൾഡ് കാണിക്കുന്നു, $100 ആയിട്ട് 2 മാസമായി, ഹോൾഡ് മാറുന്നില്ല പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇനി എന്തെങ്കിലും അല്ല, ഇവന് പേ ഔട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ പേജ് മോണിറ്റൈസേഷൻ പോയാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടും. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഹോൾഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാൻ കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഇങ്ങനെ എന്നെ ആ പേരും അതിന് ഞാൻ അന്നേരം തന്നെ മറുപടി കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളുടെ പേര് ഒന്നും അറിയുന്നില്ല, ഏത് വീഡിയോയിലാണ് വന്നതെന്ന് എനിക്കറിയില്ല.
എന്താ നിങ്ങൾ ഭയങ്കര ഇരുന്ന് വാചകം അടിക്കുന്നുണ്ട്, മനുഷ്യനൊരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ല. എൻ്റെ പൊന്നു സാറേ, എനിക്കിതല്ല പണി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതല്ല പണി. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊന്നും അല്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിങ്ങനെ ഡീപ്പായിട്ട് അറിയുന്ന ഒരാളോ ഇതിനെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ആളോ ഒന്നും അല്ല. പിന്നെ എനിക്ക് ഉണ്ടാക്കുന്ന ഓരോ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും പ്രയോജനമാകുന്നേ പ്രയോജനമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ പുള്ളിക്കാരൻ ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഞാൻ ഇതുപോലെയൊക്കെ വന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്, കമൻസിൽ കാണുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ 24 മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാനില്ലല്ലോ പണി, നമുക്ക് വേറെ പണികളൂടെ ഉണ്ടല്ലോ. പിന്നെ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ ആരുടെ വീഡിയോ കണ്ടില്ലേ പോലും യൂട്യൂബിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു മെയിൽ വരുന്നുണ്ടാകും, ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ വരും. അതൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. അതേസമയം ഫേസ്ബുക്കിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നാൽ എങ്ങാനും മെറ്റാ ബിസിനസ് സ്യൂട്ടിലിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നാലായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പല അപ്ഡേഷനും ഫേസ്ബുക്കിൻ്റെ അറിയുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയുന്ന മെറ്റയുടെ സൈറ്റിൽ കയറി നോക്കുമ്പോഴേട്ടോ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരാഴ്ചയൊക്കെ മുന്നേ വന്ന അപ്ഡേഷനൊക്കെ ഞാൻ പലപ്പോഴും കാണുന്നത്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് കാണാനൊരു ഓപ്ഷൻ ഫേസ്ബുക്കിന് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ആക്ഷേപിക്കരുത് വന്നിരുന്നത് കേട്ടോ, സ്ക്രീനിൽ വന്നിരുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അൺസബ് ചെയ്തിട്ട് പൊയ്ക്കോളൂ. പ്രയോജനപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 പേർക്ക് കണ്ടാലേ എനിക്ക് സന്തോഷമുള്ളൂ. 10 പേർക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്പെടുന്നെങ്കിൽ അത് മതി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം വീണ്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.